അപ്പോൾ കീം 2025 റിസൾട്ട് കോടതി റദ്ദ് ചെയ്തു. ഞാൻ ആദ്യമേ എൻ്റെ ചാനൽ കാണുന്നവർക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു ഇത് ഉറപ്പായിട്ടും ഇത് കോടതി നടപടികളിലോട്ട് പോകും എന്ന് മാത്രമല്ല കോടതി ഇത് സ്റ്റേ ചെയ്യാനോ റദ്ദ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത്. എന്തായാലും അതിനെതിരെ ഗവൺമെന്റ് അപ്പീലിന് പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് എവിടെയാണ് ശരിക്കുള്ള പ്രശ്നം? പല ആളുകൾക്കും ഇതൊരു ഇമോഷണൽ ബാറ്റിലായിട്ടാണ് പല ആൾക്കാരും എടുക്കുന്നത്. ഇത് സ്റ്റേറ്റ് വേഴ്സസ് CBSE, ഇപ്പൊ എന്നെ CBSEയുടെ ആളാക്കി മാറ്റുന്നു. ഞാൻ ഈ വിഷയം പറയാൻ തുടങ്ങിയിട്ട് ഞാൻ ഇന്നൊന്നിനെയും പറയാൻ തുടങ്ങിയതല്ല, ഞാൻ വർഷങ്ങളായിട്ട് പറയുന്ന വിഷയമാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ഇപ്പൊ കാണുന്നതുകൊണ്ടാണ് സ്റ്റേറ്റിലെ ചില കുട്ടികൾക്കെങ്കിലും എന്ത് ചെയ്യുന്നത് അത് ആ രീതിയിൽ തോന്നുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഇന്ന് കോടതി എന്താണ് പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഇത് പ്രശ്നമാകുന്നത്, പ്ലസ് എന്താണ് ശരിക്കും ഇപ്പൊ കഴിഞ്ഞ വർഷം 27 മാർക്ക് കുറഞ്ഞു, ഇത്തവണ 27 മാർക്ക് കുറയുമോ ഇല്ലയോ, ഇനി ഈ 27 മാർക്ക് കുറയാനുള്ള റീസൺ എന്താണ്, എവിടെയാണ് പ്രശ്നം, സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുലയാണോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ സമാധാനത്തിൽ നിങ്ങൾ കാണേണ്ട ഒരു വീഡിയോ ആണ്, ഒരു ഇമോഷണൽ ചാർജിങ് അപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അതോടൊപ്പം സ്റ്റേറ്റ് സിലബസിലെ കുട്ടികളും പാരൻസും ഗോയിങ് ഫോർവേഡ് എന്തെല്ലാം ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിലൂടെ പറയും. അപ്പൊ ഇന്ന് കോടതി പറഞ്ഞിട്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത് ഈ ഒരു പ്രോസ്പെക്ടസ് അമെൻഡ് ചെയ്യാൻ ഗവൺമെന്റിന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു. കാരണം പ്രോസ്പെക്ടസ് അമെൻഡ് ചെയ്യാം എന്നുള്ളത് ഗവൺമെന്റ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോസ്പെക്ടസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കോടതി പറയുന്നത് while possessing the power to do something is one thing, how the power is exercised is quite another. Even if it is considered that the government has the power to amend the prospectus, the question which would arise for consideration is when this power can be exercised and in what manner such a power can be exercised. Prospectus മാറ്റാം എന്ന് പറയുമ്പോൾ തോന്നിയ പോലെ മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത് പറഞ്ഞത് ദ പ്രോസ്പെക്ടസ് എന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, 19/2/2025 പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഫെബ്രുവരിയിൽ. എന്നിട്ട് അപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തു. ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ 10/3 അതായത് മാർച്ചിലായിരുന്നു. എക്സാമിനേഷൻസ് വർ ഹെൽഡ് ഫ്രം 23/4 to 29/4. ഏപ്രിൽ എക്സാം നടന്നു ഓൺ ഡിഫറെന്റ് ഡേറ്റ്സ്. ദ ഗവൺമെന്റ് സഡൻലി വോക്ക് അപ്പ് ബിക്കോസ് ഇറ്റ് ഗോട്ട് സം സൂപ്പർ നാച്ചുറൽ വിസ്ഡം ടു റിയലൈസ് ദാറ്റ് ദ പ്രോസ്പെക്ടസ് വാസ് ഗ്ലെയറിംഗ്ലി ഇല്ലീഗൽ. ഈ 29 പരീക്ഷ കഴിഞ്ഞിട്ട് ജൂലൈ എത്തുമ്പോഴാണ് ഗവൺമെന്റിന് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായത്. എന്ത്? ദേ ഗോട്ട് എ സൂപ്പർ നാച്ചുറൽ വിസ്ഡം, ഒരു ദൈവികമായിട്ടുള്ള ഒരു വിളിയൊക്കെ ഗവൺമെന്റിന് വന്നു ടു റിയലൈസ് ദാറ്റ് പ്രോസ്പെക്ടസ് വാസ് ഗ്ലെയറിംഗ്ലി ഇല്ലീഗൽ. ഇപ്പോഴാണ് ഇല്ലീഗൽ ആണെന്ന് മനസ്സിലായത്. Therefore it needed amendment that to 1 hour before the publication of rank list, that is on 1/7/2025. അപ്പോൾ പരീക്ഷാ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് പെട്ടെന്ന് ഗവൺമെന്റ് ഒരു ബോധോദയം ഉണ്ടാകുന്നു. ഇങ്ങനെയാണോ പ്രോസ്പെക്ടസ് അമെൻഡ് ചെയ്യേണ്ടത്? വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതേ കാര്യം തന്നെയാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വീണ്ടും 1-2 ഒബ്സർവേഷൻസ് കോർട്ട് നടത്തുന്നുണ്ട്. കോർട്ട് ഈസ് ഓഫ് ദ കൺസിഡേർഡ് വ്യൂ ദാറ്റ് ആഫ്റ്റർ ദി എക്സാമിനേഷൻ ഇസ് കണ്ടക്ടഡ് ദ ഗവൺമെന്റ് ഇസ് denuded of its power even under clause 1.6 of the prospectus to change the prospectus. Rules of the game cannot be changed midway once the game has begun. എന്റെ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് അറിയാം, ഇതേ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇഞ്ചുറി ടൈമിൽ റൂള് ഗെയിം തുടങ്ങിയതിന് ശേഷം റൂൾ ചേഞ്ച് ചെയ്യുന്നതിന് തുല്യമാണ്. ഇതെന്ത് ചെയ്യാൻ സാധിക്കില്ല, ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് കോർട്ട് പറയുന്നു. റൈറ്റ്. ആൻഡ് അടുത്ത പോയിന്റ്, prima facie it appears that somebody looked at the results and found that the students from Kerala stream have not done fairly good, and to satisfy the constituency such a malified decision in an arbitrary manner has been taken to change the prospectus 1 hour before the publication of the result on 1/7/2025. Such an exercise of power is wholly arbitrary, illegal, unjustified and cannot be countenanced and on any ground. അതായത് കോർട്ടിന് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റാങ്ക് ലിസ്റ്റ് നോക്കിയപ്പോൾ കുറെ കുട്ടികൾ പിന്തള്ളപ്പെട്ടു പോയി എന്ന് കാണുന്നു. അപ്പോൾ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രോസ്പെക്ടസ് ചേഞ്ച് ആണ് എന്നാണ് കോർട്ടിന് തോന്നിയത് എന്നാണ് പറയുന്നത്. എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. പക്ഷേ ഇതിലൊരു വലിയൊരു പോയിന്റ് ഉണ്ട്. അതായത് നമ്മൾ ആലോചിച്ച് നോക്കുക, CBSE സ്റ്റേറ്റ് ഒക്കെ നമ്മൾ വിടുക, നമ്മളൊരു എക്സാം എഴുതി, ആ എക്സാമിന്റെ റാങ്ക് ലിസ്റ്റിലോട്ടുള്ള എല്ലാ കാര്യത്തിലോട്ടും ആ അതോറിറ്റിക്ക്, ഫോർ എക്സാമ്പിൾ ഇവിടെ കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിന് ആക്സസ് ഉണ്ട്, നിങ്ങളുടെ +2 ബോർഡ് എക്സാംസ് ഉണ്ട്, നിങ്ങളുടെ എൻട്രൻസ് മാർക്സ് ഉണ്ട്, നിങ്ങളുടെ ആധാറും അഡ്രസ്സും നിങ്ങളുടെ റിലീജിയനും കാസ്റ്റും എല്ലാ സംഭവങ്ങളും ഉണ്ട്. അവർക്ക് തോന്നുകയാണ് അവരുദ്ദേശിച്ച ചില ആളുകൾ, അത് CBSE സ്റ്റേറ്റോ ICSE എന്തോ ആവട്ടെ, അതൊന്നല്ല, ഞാൻ അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെ മക്കളാവട്ടെ, അവർ പിന്നോട്ട് പോയെന്ന് തോന്നിയാൽ പ്രോസ്പെക്ടസിൽ മാറ്റാനുള്ള അധികാരമുണ്ട് എന്നുള്ളൊരു ഒറ്റ കാരണത്താൽ പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും ചേഞ്ച് നമുക്ക് അംഗീകരിക്കാൻ പറ്റും? ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആൻഡ് കോർട്ട് ഹാസ് ആസ്ക്ഡ് ദാറ്റ്. കോടതി ചോദിച്ചതും അതാണ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. റൈറ്റ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു കേസ് ഒരു ഇന്ററിം ഓർഡർ പോലല്ല
എന്താണ് ഇത് സ്റ്റേ ചെയ്ത് ഈ തള്ളിക്കളയുന്നത് എന്ന് ആര് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ കോർട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തുകൊണ്ടാണ് പല ആളുകൾക്കും ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം എന്താ വെച്ചാൽ എന്തുകൊണ്ടാണ് സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് ഈ 27 മാർക്ക് കഴിഞ്ഞ വർഷം കുറഞ്ഞിട്ടുള്ളത്? ആക്ച്വലി ഇത് 2011 മുതലാണ് എൻ്റെ ഓർമ്മ ഈ കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അന്നൊന്നും ഈ പരാതികളൊന്നും അധികം ഉയർന്നിട്ടില്ല. ഞാൻ 2010 ഞാൻ എഴുതിയ അടുത്ത വർഷം മുതൽ ഈ കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ സ്റ്റേറ്റ് സിലബസിലുള്ള പല സ്റ്റുഡൻസും ടോപ്പേഴ്സായി മാറിയിട്ടുണ്ട്. പിന്നെ എന്താ സംഭവിച്ചത്? കാര്യങ്ങൾ സംഭവിക്കാൻ കൂടുതൽ എന്ത് ചെയ്യാൻ ചലിക്കാൻ തുടങ്ങിയത് എന്ന് മുതലാണ്? കാര്യങ്ങൾ കൂടുതൽ ചലിക്കാൻ തുടങ്ങിയത് ഏകദേശം ഒരു 2020 മുതലാണ്. 2020 കോവിഡ് സമയം വന്നതിന് കൂടെ തന്നെ നമ്മുടെ എക്സാംസ് വെർ ടു ഈസി, റൈറ്റ്, ആൻഡ് ലിബറേഷൻ ബിക്കംസ് ടു ലിബറൽ, റൈറ്റ്. ഈ ഒരു സമയത്തിന് ശേഷം ഇത് സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസിന് വലിയ ഡിസഡ്വാൻറ്റേജ് ആയി. എങ്ങനെ ഡിസഡ്വാൻറ്റേജ്? എന്താണ് ഈ സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുല? ഇതെന്തോ രഹസ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇതൊരു Z-സ്കോർ മെത്തേഡാണ്. Z-സ്കോർ മെത്തേഡ് എന്നുള്ളത് കേരളത്തിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഓസ്ട്രേലിയൻ യൂസിലൊക്കെ ഇൻ ജനറൽ സ്റ്റാറ്റിസ്റ്റിക്കലി ഡിഫറെന്റ് കമ്പാരിസൺ പോയിന്റ്സ് വരുമ്പോൾ, അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ സ്റ്റേറ്റിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, അപ്പുറത്ത് CBSE പഠിക്കുന്ന കുട്ടികളുണ്ട്, അപ്പുറത്ത് ICSE പഠിക്കുന്ന കുട്ടികളുണ്ട്, ഇനി സ്റ്റേറ്റിൽ ഈ വർഷം പഠിച്ച കുട്ടികളുണ്ട്, കഴിഞ്ഞ വർഷം പഠിച്ച കുട്ടികളുണ്ട്. ഇങ്ങനത്തെ ഡിഫറെന്റ് ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ, കാരണം എന്താ, CBSE ടഫ്നെസ് അല്ല സ്റ്റേറ്റില്. ഈ വർഷം പരീക്ഷകൾ ടഫ് ആയിരുന്നു, കഴിഞ്ഞ വർഷം ഈസി ആയിരുന്നു, അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ Z-സ്കോർ മെത്തേഡ്. എന്താ അത് ചെയ്യുന്നത്? സാധാരണ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഒരു ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസിൽ നിന്ന് പരീക്ഷ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇതായിരിക്കും ടോപ്പേഴ്സ്, ഇതാണ് മേ ബി തോറ്റ ആളുകൾ, ലൂസേഴ്സ്, ഇതാണ് ഒരു ആവറേജ് ആളുകൾ. അതായത് ആവറേജ് ആളുകൾ ഒരുപാട് ഉണ്ടാവും, ടോപ്പേഴ്സ് കുറവായിരിക്കും, ലോസേഴ്സും കുറവായിരിക്കും. നമ്മൾ വെറുതെ ഒന്ന് ഓടുന്നത് ആലോചിച്ച് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്നിടത്ത് ജമ്പ് ചെയ്യുന്ന ആലോചിച്ച് നോക്കുക. നല്ല ടോപ്പിൽ ജമ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ കുറച്ചായിരിക്കും, മോശമായി ജമ്പ് ചെയ്യുന്ന ആൾക്കാരും കുറച്ചായിരിക്കും. ഒരു ആവറേജ് ആൾക്കാർ ആയിരിക്കും കൂടുതൽ, പിന്നെ എബോ ആവറേജും ബിലോ ആവറേജും ഒക്കെ അതിന്റെ തൊട്ട് താഴെ ഉണ്ടാവും, അല്ലെ? ഇങ്ങനെയാണ് പൊതുവെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക. എന്നാൽ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ഒരു കേരളത്തിലെ കുട്ടികളുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് നോക്കുമ്പോൾ അത് ഇങ്ങനെ, ഇതാണ് കേരളത്തിലെ ടോപ്പേഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. ഓക്കെ, കേരളത്തിലെ ഇവിടെ ടോപ്പേഴ്സിന്റെ എണ്ണം വളരെ കൂടുതലാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2007 ഞാൻ SSLC പാസ്സായപ്പോൾ 4200 ആളുകൾക്കാണ് മുഴുവൻ A+ ഉണ്ടായിരുന്നത്. 2025 അത് 61,000 4.5 ലക്ഷത്തിൽ. ഓക്കെ, 15% ആളുകൾക്ക്, എന്താ സൈഡ് അപ്പാവുന്നത് നമ്മളിതാ കാണുന്നത്. അപ്പൊ ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ, ഫോർമുല എപ്പോഴും അസ്യൂം ചെയ്യുന്നത് എന്താണ്, ഈ ഫോർമുലക്ക് ഒരു കുഴപ്പമില്ല, ഫോർമുല ഒരു നോർമൽ ഫോർമുലയാണ്, എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. പ്രശ്നം നമ്മുടെ ഈ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പൊ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ, ഇതാ ഈ സംഭവത്തെ പിടിച്ച് താഴോട്ട് കൊണ്ടുവരും, ഈ ഒരു സംഭവത്തെ പിടിച്ച് എന്ത് ചെയ്യും, താഴോട്ട് കൊണ്ടുവരും. ഈ ഒരു ഫോർമുല ഈ ഒരു സംഭവത്തെ താഴോട്ട് കൊണ്ടുവരും. ഈ താഴോട്ട് കൊണ്ടുവരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കുട്ടികൾ ബേസിക്കലി അവരുടെ ഈ -27 മാർക്ക് കുറയുന്നത്. ഇനി ഈ കൊല്ലം ഈ റാങ്ക് ലിസ്റ്റ് ക്യാൻസലേഷൻ, ഞാൻ അപ്പീലൊന്നും വിലപ്പോയില്ല എന്നുണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റ് ക്യാൻസലേഷനായിട്ട് മുന്നോട്ട് പോയാൽ ഈ 27 മാർക്ക് കുറയോ, അതിന് ഈ വർഷത്തെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് എന്നതിനനുസരിച്ചിരിക്കും. ഈ വർഷത്തെ പരീക്ഷ കുറച്ചുകൂടി ടഫായിരുന്നു. ആ ടഫ് ആയതുകൊണ്ട് തന്നെ ഈ ആവറേജ്, ഈ Z-സ്കോറിൽ ആക്ച്വലി ആവറേജ് അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുക. നിങ്ങൾ എല്ലാവരും ഇത് പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഓൾറെഡി +2 പഠിച്ചിട്ടുണ്ടാവും, അല്ലെ? ഇത് കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുക. ഈ ആവറേജ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 27 കുറയില്ല, ചിലപ്പോൾ 12 കുറയുള്ളൂ, ചിലപ്പോൾ ഇനി 12 കുറയില്ല, ചിലപ്പോൾ 2 മാർക്ക് കൂടും. ഇത് കൃത്യമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതെനിക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ ബേസിക്കലി ഇത് നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. ഈ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് കുട്ടികൾ അനുഭവിക്കുന്നത്. അപ്പൊ ഈ വർഷം വീണ്ടും 27 മാർക്ക് കുറയുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ 27 കുറയില്ല, ഇനി എനിക്ക് അറിയില്ല, ഇനി 27 അധികം കുറയുമോ, ഇത്തവണത്തെ എക്സാം കുറച്ചും കൂടി ടഫാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്നാലും ഒരു ടോപ്പിൽ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ടോപ്പിൽ 600 അല്ലെങ്കിൽ 1200 മാർക്ക് വാങ്ങിയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി അതിൽ കൂടുതൽ അവൻ എന്ത് ചെയ്യാനാണ്? അവിടെയുള്ള വിഷയം എല്ലാ 1200 വാങ്ങിയ ആളുകളും അതിന് പൂർണ്ണമായി അർഹരാണോ എന്നുള്ളതാണ്. ഇതിൽ എന്തുണ്ട്, ഗ്രേസ് മാർക്കിന്റെ ഇഷ്യൂസ് ഉണ്ട്, അതേപോലെ തന്നെ മാർക്ക് പല ആളുകൾക്കും വാരിക്കോരി കൊടുക്കുന്ന പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ 1200 വാങ്ങുന്ന എല്ലാവരും അതിന് എലിജിബിൾ ആണോ? അതല്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. അതൊരു സത്യമാണ്. ഞാൻ ആ സത്യം പറയുന്നതുകൊണ്ട് 1200 ആരും മോശമാവുന്നില്ല. നിങ്ങളൊരു 1790 വാങ്ങിയാലും നിങ്ങൾ മോശക്കാരാവുന്നില്ല. എനിക്ക് +2 1200 ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ മോശക്കാരനാണ് എന്നുള്ളൊരു അന്ന് ആർക്കും ഇല്ല. ഞങ്ങളൊന്നും എഴുതുന്ന സമയത്ത് ആർക്കും ഇല്ല.
അല്ലേ? അപ്പോൾ ഈ രീതിയിലുള്ള ഇതാണ് ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത്. ഈ Z സ്കോർ മാറ്റിയിട്ട് ഇപ്പോൾ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു മിൻ മാക്സ് നോർമലൈസേഷൻ കൊണ്ടുവന്നു. ഒരു മിൻ മാക്സ് നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പറെ നമ്മൾ എടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ CBSEയിൽ ഫിസിക്സിനുള്ള ടോപ്പർ എന്നുള്ളത് CBSEയിലെ ഫിസിക്സ് ടോപ്പർ 95 ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് 70 മാർക്ക് കിട്ടിയാൽ 70/95 × 100 ചെയ്യും. ഓക്കെ, ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ CBSE ഇത്തവണ കേരളത്തിൽ നന്ദന രാജേഷ് ഒരു മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടി എല്ലാത്തിനും 100. അപ്പോൾ ബേസിക്കലി നോർമലൈസേഷൻ ഇപ്രാവശ്യം നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്ന് മാത്രമല്ല ഒരു ടോപ്പറെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഇനി നാളെ ആഫ്റ്റർ 2 years സ്റ്റേറ്റ് സിലബസ് കൂടുതൽ ടഫറായി വിചാരിക്കുക. എന്താ സംഭവിക്കുക? അവിടെ ഒരു കുട്ടി സ്റ്റേറ്റ് സിലബസ് എസ്പെഷ്യലി ഒരു 2-3 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതുന്നതുകൊണ്ട് തന്നെ ഒരു കുട്ടി ഉണ്ടാവും എന്തായാലും 100 വാങ്ങിയേ. ആ കുട്ടി ഒറ്റ ആൾ മൂലം ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റ് സിലബസ് കുട്ടികൾക്കും ഡിസഡ്വാൻറ്റേജ് ആവും. ഇതാണ് ഈ ഫോർമുലയുടെ പ്രശ്നം. ഇപ്പൊ ഇന്ന് സ്റ്റേറ്റ് സിലബസ് മേ ബി ഈസിയാണ്, 2 കൊല്ലം കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കാൻ നമുക്കറിയില്ലല്ലോ. അപ്പൊ അന്ന് എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഇത് ചിലപ്പോൾ ഡിസഡ്വാൻറ്റേജ് ആയി മാറിയേക്കാം. അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ നോർമലൈസേഷൻ ഫോർമുലയ്ക്ക് ഉണ്ട്. പക്ഷെ കോർട്ട് ഇതിലോട്ടൊന്നും പോയിട്ടില്ല. കോർട്ട് ഈ നോർമലൈസേഷൻ ഫോർമുലയോട്ടൊന്നും പോയിട്ടില്ല. പ്രിമാ ഫേഷ്യൽ ഒരു പ്രോസ്പെക്ടസ് ചേഞ്ച് ചെയ്തു എന്ന് കണ്ടെടുത്ത് തന്നെ അവരെന്ത് ചെയ്യാണ്, അവർ ബേസിക്കലി ഈ കേസ് തള്ളുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി എന്താണ് ഇത് മൂലം കുട്ടികൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ? ഒന്ന്, ഡെഫിനറ്റ്ലി സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു Z സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് അവർക്കൊരു നല്ല സ്കോർ ആവുമോ അല്ലെങ്കിൽ അവർക്ക് മാർക്ക് കുറയുമോ ഇല്ലേ എന്നുള്ളതാണ് അവരുടെ കൺസേൺ എന്നുള്ളത്. ഇവിടെയാണ് മേ ബി ഗവൺമെന്റ് ഈ വർഷം എത്രത്തോളം ഇന്റർവെയിൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ചേഞ്ച് വരുത്തേണ്ടത് ജൂലൈ 1-നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ സ്റ്റേറ്റും CBSE ഒക്കെ വിടും. ജൂലൈ 1-നാണോ ഈ ചേഞ്ച് വരുത്തേണ്ടത്? ഈ പരീക്ഷ കഴിഞ്ഞ വർഷത്തെ കീം പരീക്ഷ കഴിഞ്ഞ് 1 വർഷം കിട്ടിയിട്ട് ഇവരൊക്കെ എന്ത് ചെയ്യായിരുന്നു? നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, നമ്മുടെ ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പ്, കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ഇവരൊക്കെ എന്ത് ചെയ്യായിരുന്നു? നമുക്ക് ചോദിക്കണ്ടേ? ആസ് പൗരന്മാർ നമ്മൾ ചോദിക്കണ്ടേ? അല്ലേ? എന്ത് ചെയ്യായിരുന്നു ഇവരൊക്കെ? എത്രയോ സമയം ഉണ്ടായിരുന്നു. പ്രോസ്പെക്ടസ് വരുന്നത് ഫെബ്രുവരിയിലാണ്. ഈ ഫെബ്രുവരിക്ക് മുമ്പ് ഇവർക്ക് ഒരു തീരുമാനം എടുത്തൂടെ? ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ പോലെ 5:3:2 ചേഞ്ച് വരുത്തുന്നു, 1:1:1 ഞാൻ ഇതിനെ അനുകൂലിക്കുന്ന ആളാണ്. ഇത് ന്യായമായ ചേഞ്ച് ആണെന്ന് തോന്നുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതൊരിക്കലും ഇപ്പൊ അൺഫെയർ ആണെന്നുള്ള എന്റെ അഭിപ്രായം. കാരണം എന്താ, ഈ 5:3:2 ചേഞ്ച് എപ്പോഴല്ല വരുത്തേണ്ടത്? അതൊരിക്കലും ജൂലൈയിലല്ല വരുത്തേണ്ടത്. അത് ഫെബ്രുവരിയിൽ വരുത്തിയാൽ ദാറ്റ് വാസ് ജുഡീഷ്യസ്. അത് ജുഡീഷ്യസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇപ്പോഴല്ല ഈ ചേഞ്ച് പറയേണ്ടത്. ഇതിനു മുമ്പ് എക്സ്പെർട്സുമായി കൺസൾട്ട് ചെയ്യായിരുന്നു. CBSE സ്റ്റുഡൻസുമായിട്ടും സ്റ്റേറ്റ് സ്റ്റുഡൻസുമായിട്ടും അവരുടെ പ്രതിനിധികളായിട്ടൊക്കെ ചർച്ചകൾ നടത്തായിരുന്നു. സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസിന് ന്യായമായും കിട്ടേണ്ട ഒരു ടോപ്പറുടെ മാർക്ക് ഇങ്ങനെ കുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചർച്ചകളാവായിരുന്നു. സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുലയിൽ എക്സിസ്റ്റിംഗ് സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുലേഷൻ അതിനുള്ള തിരുത്തലുകൾ വരുത്താനുള്ള ഫോർമുലാസ് സ്വീകരിക്കാമായിരുന്നു. ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി ടോപ്പറായി മാറി എന്നുണ്ടെങ്കിൽ അവരുടെ മാർക്ക് കുറക്കുന്നിടത്ത് ലിമിറ്റേഷൻ കൊണ്ടുവരായിരുന്നു. ഇതൊന്നും ആരും എതിർക്കാൻ പോകുന്നില്ല. ഇതാരെങ്കിലും CBSE സ്റ്റുഡൻസ് എതിർക്കോ? ഇല്ല, ഒരിക്കലും എതിർക്കൂല. കാരണം അത് ന്യായമായ കാര്യമാണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമാണ്. എന്നാൽ ആ ന്യായമായ കാര്യത്തിന് ഉചിതമായ സമയത്ത് ഡിസിഷൻ എടുക്കാത്ത ആളുകളാണ് ഇവിടെ നമ്മുടെ കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്നത്, നമ്മുടെ സിലബസിന്റെ ഭാവി നശിപ്പിക്കുന്നത്, നമ്മുടെ സിസ്റ്റത്തില് നമ്മുടെ കുട്ടികളെ നശിപ്പിച്ച് കളയാണ്. കാരണം അത് മൂലം കുട്ടികൾ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഹൈക്കോടതിയിലെ ഹർജി, അത് കഴിഞ്ഞ് മേ ബി ഒരു ജൂലൈ എൻഡ് ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും അത് തുടങ്ങും. എന്നിട്ട് 2, 3, 4 അലോട്ട്മെന്റ് കഴിഞ്ഞ് തവണത്തെ പോലെ സെപ്റ്റംബറിൽ ക്ലാസ് തുടങ്ങും. നവംബറിൽ KTUവിന്റെ എക്സാം. കഴിഞ്ഞ വർഷം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് പറയാണ് ആകെ 5 മാസമാണ്, 10 മാസം കിട്ടേണ്ടടുത്ത് അല്ലെങ്കിൽ 9 മാസം കിട്ടേണ്ടടുത്ത് 5 മാസമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവർക്ക് അക്കാഡമിക് ഇയർ കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ പറയും KTUവിന് പാസ് പെർസെൻറ്റേജ് കുറവാണ്. ഇതൊരു രോഗമാണ്. ചെറിയ ക്ലാസ് മുതൽ വലിയ ക്ലാസ് വരെ അങ്ങനെ ഗ്രസിച്ച് കിടക്കുന്ന ഒരു രോഗം. അത് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഇങ്ങനെ പിടികൂടി തുടങ്ങുകയാണ്. ഇത് വളരെ സിസ്റ്റമാറ്റിക്കായി നമ്മുടെ എഡ്യൂക്കേഷൻ മേഖലയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഉത്തരവാദി? കൃത്യമായ വിൽ പവർ ഇല്ലാത്ത നമ്മുടെ ലീഡർഷിപ്പിലിരിക്കുന്ന ആളുകൾ തന്നെയാണ് ഇതിന്റെ ഉത്തരവാദി എന്നിട്ട് ശക്തമായ ലോബിയിങ് നടത്തി അപഹാസ്യമായ ചേഞ്ചസ് ലാസ്റ്റ് മിനിറ്റിൽ പ്രോസ്പെക്ടസിൽ കൊണ്ടുവരിക. എന്നിട്ട് അതിന്റെ പേരിൽ കുട്ടികളെ തമ്മിലടിപ്പിക്കുക. എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഇതൊക്കെ കേട്ട് അപ്പൊ എന്നെ ചീത്ത വിളിക്കുന്ന സ്റ്റേറ്റ് സിലബസിലെ കുട്ടികളോട് ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ എവിടെയായിരുന്നു ചോദിക്കുന്ന ആൾക്കാരോട് കഴിഞ്ഞ വർഷം ഞാൻ അതേ വിഷയം സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ കീം റാങ്ക് ലിസ്റ്റ് വന്ന ദിവസം എന്നെ വീഡിയോ എടുത്ത് നോക്കുക, ഞാൻ സംസാരിച്ചിട്ടുണ്ട്.
അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫോർമുലക്കല്ല പ്രശ്നം, നമ്മുടെ സിസ്റ്റത്തിനാണ് പ്രശ്നം എന്നുള്ളത്. കാരണം ഫോർമുലക്ക് പ്രശ്നം പറഞ്ഞിട്ട് നമ്മൾ കോർട്ടിനോട് പറഞ്ഞ എന്താ പറയാ, കോർട്ട് 2021 ഇത് നോക്കിയിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു ഫോർമുലക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ ആർക്കാ പ്രശ്നം? നമ്മുടെ സിസ്റ്റത്തിനാ പ്രശ്നം. ആ സിസ്റ്റത്തിന് പ്രശ്നം ഉണ്ട് എന്നുള്ളത് സമ്മതിച്ചു തരാൻ ഇവിടെ ചില ആൾക്കാർക്ക് പറ്റില്ല. നമ്മുടെ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ നിരന്തരം പിന്തള്ളപ്പെട്ട് പോവുകയാണ് എന്നുള്ള സത്യാവസ്ഥ സമ്മതിച്ചു തരാൻ പല ആൾക്കാരും റെഡിയല്ല. കാരണം എന്താ പിന്തള്ളപ്പെട്ട് പോകാൻ കാരണം? 10ാം ക്ലാസ് വരെ മേ ബി മാത്സ് പോലത്തെ ഒരു പുസ്തകം എടുത്ത് നോക്കിയാൽ സിലബസ് വളരെ ലഘുവായിട്ടുള്ള ഒരു സിലബസ് ആണ്. 10 കഴിഞ്ഞിട്ട് +1 കടക്കുക എന്നുള്ളത് +1 NCERT ബുക്ക് പഠിക്കണം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ പാടാണ് അല്ലെ. അവിടെ ഇപ്പൊ പറയുന്നത് ഇത്ര പഠിച്ചാൽ മതി, കുറച്ച് പഠിച്ചാൽ മതി, ആ ഫോക്കസ് ഏരിയ അത് നിന്നുള്ള വരുള്ളൂ, ബോർഡ് എക്സാമിന് നിന്നേ വരുള്ളൂ. എന്നിട്ട് ഇത്തവണ കുട്ടികൾക്ക് പണി കിട്ടി, ഇത്തവണ കുട്ടികൾക്ക് നല്ല പണി കിട്ടി. എക്സാമിന് വന്ന ചോദിച്ചതല്ല അവർ പഠിച്ചതല്ല വന്നത്, അല്ലെങ്കിൽ അതിലപ്പുറം ബിയോണ്ട് വന്നു. NCERT ചോദ്യം വന്നിട്ട് കുട്ടികൾക്ക് ചെയ്യാൻ വയ്യ. ഇങ്ങനൊരു മിനിമലിസ്റ്റിക് മീഡിയോക്കർ ആയിട്ടുള്ള അപ്രോച്ച്, ഇതാണ് പ്രശ്നം. ഈ പ്രശ്നത്തെ എന്ന് സത്യസന്ധമായി ഒരു ജനവിഭാഗം എന്നുള്ള നിലക്ക്, ഒരു ജനത എന്ന നിലക്ക്, കമ്മ്യൂണിറ്റി എന്ന നിലക്ക് നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുമോ അന്നേ ഇതിന് പരിഹാരം കാണാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഫോർമുലയിൽ കൈ കടത്തിയതുകൊണ്ടോ പ്രോസ്പെക്ടസ് ചേഞ്ച് ചെയ്തുകൊണ്ടോ നമുക്കിത് പരിഹരിക്കാൻ പറ്റില്ല. രാജാവ് നഗ്നനാണ്, അതാണ് സത്യം. അത് തുറന്നു പറയാൻ ഇവിടെ ആർക്കും കഴിയില്ല. കാരണം കഴിഞ്ഞ 10-20 വർഷമായിട്ട് കേരള വിദ്യാഭ്യാസ വ്യവസ്ഥയെ നമ്മളിങ്ങനെ മേലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അതാണ് തകർന്ന് തരിപ്പണാവുന്നത്. പ്രഥമിന്റെ എയ്സർ റിപ്പോർട്ട് പ്രകാരം 2 നമ്പർ കൊടുത്താൽ ഹരിക്കാൻ അറിയുന്ന കേരളത്തിലെ സർക്കാർ സ്കൂളിലെ കുട്ടികളുടെ എണ്ണം 31% 8ാം ക്ലാസ്സിൽ. സ്വകാര്യ സ്കൂളുകൾ 46%. നമ്മളിങ്ങനെ സാക്ഷരതയുടെ മേനി പറഞ്ഞു, സ്കൂളുകളിലെ ഭക്ഷണത്തിന്റെ മേനി പറഞ്ഞു, സ്കൂളുകളിലെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ മേനി പറഞ്ഞു നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കും. വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിയെ കുറിച്ച് എന്ന 2 അക്ഷരം മിണ്ടാൻ നമ്മുടെ മാറി മാറി വന്ന സർക്കാരുകൾക്ക് അർഹതയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മിടുക്കരായ കുട്ടികളെ നമ്മളിങ്ങനെ താഴോട്ട് വലിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞണ്ടിങ്ങനെ മേൽക്ക് കയറുമ്പോൾ ബാക്കി ഞണ്ടുകൾ ഇങ്ങനെ താഴത്തേക്ക് വലിക്കുമെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അതേപോലെ ഇതാണ് പ്രശ്നം. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ ഇനി അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ. ഇനി KTUവിൽ പ്രശ്നം ഇതിങ്ങനെ ഒരു സീരീസ് ആയി ഒരു ഡോമിനോ എഫക്റ്റ് ആയി ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. എനിക്ക് പറയാനുള്ളത് ഇതിനുള്ള സൊല്യൂഷൻ ആദ്യം നമ്മൾ പ്രശ്നമുണ്ടെന്ന് അംഗീകരിക്കാം. കേരളത്തിലെ വിദ്യാഭ്യാസ വ്യവസ്ഥയ്ക്ക് പ്രശ്നമുണ്ട്, ആൻഡ് വി ഹാവ് ടു ചേഞ്ച് സംതിങ്. നമുക്ക് ചില കാര്യങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ആ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈഗോ, ഞങ്ങൾ ഉണ്ടാക്കിയ സിസ്റ്റമാണ്, ഞങ്ങൾ ഉണ്ടാക്കിയ സിസ്റ്റം ആയതുകൊണ്ട് ഇതിന് ഒരു പ്രശ്നമില്ല, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം എന്തോ ഭയങ്കര സംഭവമാണെന്നുള്ള ചിന്ത നമ്മൾ താഴത്തോട്ട് ഇറക്കി വെക്കണം. സംഭവമായിരുന്നു, പക്ഷെ അതിനെ നമ്മൾ നശിപ്പിച്ച് കൊണ്ടുവന്നു. ഞാൻ പൊതുവിദ്യാഭ്യാസത്തിൽ പഠിച്ച ആളാണ്. ഇത് പറയുമ്പോൾ എന്തോ CBSEയുടെ എല്ലാ കുട്ടികളും CBSE അങ്ങനെയൊന്നും എനിക്കൊരു വാദമില്ല. CBSE പഠിക്കുന്ന കുട്ടികളൊക്കെ CBSE പഠിക്കട്ടെ, സ്റ്റേറ്റ് പഠിക്കുന്ന കുട്ടികളൊക്കെ സ്റ്റേറ്റ് പഠിക്കട്ടെ. പക്ഷേ സ്റ്റേറ്റിൽ പഠിക്കുന്ന ഓരോ കുട്ടിക്കും വിദ്യാഭ്യാസത്തിന് മാത്രമല്ല ക്വാളിറ്റി ഉള്ള വിദ്യാഭ്യാസത്തിന് അർഹതയുണ്ട് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മേലധികാരികൾക്ക് വേണ്ടതുണ്ട്. വളരെ സങ്കടത്തോടു കൂടിയാണ് ഇത് പറയുന്നത്. എന്തോ CBSE സ്റ്റുഡൻസ് മുമ്പിലാണെന്ന് പറഞ്ഞാല് CBSE പൊക്കി പറയലെന്ന് ചില ആൾക്കാർ. അല്ല, നമ്മുടെ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് അർഹമായിട്ടുള്ള നീതി നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതും ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമല്ല. കാരണം അവർ വളരെ ഷോർട്ട് സൈറ്റഡ് ആയ ഇപ്പൊ പരീക്ഷ എളുപ്പമാണ് അതുകൊണ്ട് ചെയ്യാം, എന്നെ ചീത്ത വിളിച്ച് എത്രയോ കുട്ടികളുണ്ട്, അത് ഫൈൻ, അത് അവർ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അത് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പറയുന്നത് സാറ് പറഞ്ഞതായിരുന്നു ശരി എന്ന് പറഞ്ഞ എത്രയോ ആളുകളുണ്ട്. അപ്പോൾ ഇപ്പൊ അവർക്ക് മനസ്സിലാവില്ല. എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഇപ്പൊ ഞാൻ പറഞ്ഞ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ 1 വർഷം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ റിയലൈസ് ചെയ്യും. അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഈ സിസ്റ്റം നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മനസ്സിലാവും. നമുക്ക് കിട്ടിയ കുറെ മാർക്കിന് ഒരു കീറക്കടലാസിന്റെ വാല്യൂ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് പലപ്പോഴും മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കുട്ടികളെ അപ്സ്കിൽ ചെയ്യാനുള്ള പണികൾ പാരന്റ്സ് എടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായത്തിൽ. ഈ കീം എന്ന് പറയുന്ന സാധനം തന്നെ എന്ത് ചെയ്യണം, എടുത്തു കളയണം. ഇതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ട് കഴിഞ്ഞു. പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, JEE എക്സാം വഴി നമ്മൾ അഡ്മിഷൻ നടത്തട്ടെ, അല്ലെങ്കിൽ +2 ബോർഡ് എക്സാം നല്ല രീതിയിൽ നടത്തിയിട്ട് +2 ബോർഡ് എക്സാം വഴി അഡ്മിഷൻ നടക്കട്ടെ. +2 ബോർഡ് എക്സാം നന്നായി നടത്തിയാൽ മതിയല്ലോ, എന്നിട്ട് അതുവഴി അഡ്മിഷൻ നടത്തട്ടെ. അതൊന്നും നടത്താത്ത അപ്പോഴും ഈ പറഞ്ഞ സോ കോൾഡ് കേരള മോഡൽ വിദ്യാഭ്യാസം എന്നുള്ള ആ ഒരു മിറാഷ് തകരും എന്നുള്ള ഭയമാണ് ചില ആൾക്കാർക്കെങ്കിലും ഉള്ളത്. JEE വഴി നടത്തട്ടെ. എൻ്റെ പ്രിയപ്പെട്ട പാരൻസിനോട്, എസ്പെഷ്യലി സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന പാരൻസിനോടാണ് ഉള്ളത്, നമ്മൾ ഈ കീമൊക്കെ ഒഴിവാക്കി നമ്മൾ JEE പോലത്തെ എക്സാംസിൽ ഫോക്കസ് ചെയ്യുക. കുറച്ചെങ്കിലും ബോധമുള്ള പാരൻസ് ഒരുപാടുണ്ടല്ലോ. എല്ലാവരോടും പറഞ്ഞിട്ട് എല്ലാവരും ഇത് കേൾക്കണമെന്നോ അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് പ്രാക്ടിക്കൽ ആണെന്നോ ഒന്നും എനിക്ക് അഭിപ്രായമില്ല. എല്ലാവരും JEEക്ക് പോകണമെന്നില്ല. ഇനിയിപ്പോൾ കുറേ ആൾക്കാർ അത് പറയും, ഇവിടെ എല്ലാവരും JEEക്ക് പോകേണ്ടവരാണ്. അല്ല, ഞാൻ JEEക്ക് പോകുന്ന ആൾക്കാരെ മാത്രമാണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത്. നിങ്ങൾ JEE ലക്ഷ്യം വെച്ച് പഠിക്കുക, എന്നിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പോകുക. നിങ്ങൾക്കറിയോ, അടുത്ത ആഴ്ച ജൂലൈ 20 IITസിലും NITസിലും ക്ലാസ് തുടങ്ങാൻ പോവാണ്.
ജൂലൈ 20th IIT-ലും NIT-ലും ക്ലാസ് തുടങ്ങാൻ പോവാ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ കോടതിയിൽ നിയമയുദ്ധത്തിലാണ്. എന്ത്, എങ്ങനെ നമുക്ക് ഈ കേസൊക്കെ തീർക്കാമെന്നുള്ളത്. റൈറ്റ്? അപ്പൊ കുട്ടികളെ നേരത്തെ ഇപ്പൊ നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം പോലത്തെ അങ്ങനത്തെ പ്രോഗ്രാംസിലൂടെ ഒക്കെ എന്ത് ചെയ്യുക? കുട്ടികൾ ഉയർത്തി കൊണ്ടുവരിക. കുട്ടികളെ NCERT ബുക്ക് പഠിപ്പിക്കുക. നമ്മുടെ ഒരു സ്റ്റേറ്റ് സിലബസ് ബുക്കിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക. അല്ലെ? നിങ്ങളുടെ അനിയന്മാരെ, ഇത് കേൾക്കുന്ന ആളുകൾ, എനിക്കറിയില്ല ഈ വർഷം എന്ത് സംഭവിക്കുമെന്ന്, അത് പ്രഡിക്റ്റ് ചെയ്യാനുള്ള ആവത് എനിക്കില്ല. പക്ഷേ ഇൻ കേസ് ചിലപ്പോൾ അപ്പീൽ പോകും, ഈ പറഞ്ഞ ചിലപ്പോൾ റിവേഴ്സ് ആയേക്കാം, അല്ലെങ്കിൽ നേരെ അയക്കാം. എന്തൊക്കെയാണ്? സിസ്റ്റം ഈസ് ബ്രോക്കൺ. താഴെയുള്ള ആളുകളെങ്കിലും മേലോട്ട് പൊക്കിക്കൊണ്ടുവരാനുള്ള ശ്രമം നമ്മൾ നടത്തുക. പൊക്കിക്കൊണ്ടുവരാൻ ശ്രമം നടത്തുക. അതിനുള്ളൊരു ബോധം നമ്മുടെ പാരൻസിന് ഉണ്ടാവണം, നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങളുടെ അനിയന്മാരെ അനിയത്തിമാരെ ഉയർത്തിക്കൊണ്ടുവരാൻ അതോടൊപ്പം നമ്മുടെ സിസ്റ്റത്തിന് ഉണ്ടാവണം. ഈ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ വേദനിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ വേദനിക്കലാണ് പിന്നീട് നമ്മൾ ദുഃഖിക്കുന്നതിനേക്കാളും നല്ലത് എന്നുള്ള ഉറച്ച ബോധ്യത്തോട് കൂടിയിട്ട് സൈനിങ് ഓഫ് ഫ്രം ദിസ് വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു. ബൈ.